നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് മുട്ട അവിയലും കൂട്ടിയിട്ട് കഴിച്ചാലോ? സാധാരണ അവിയൽ പോലെയല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഈ മുട്ട അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങൾ വേണം. മാത്രമല്ല അവിയലിൻ്റെ ബാക്കി കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. തക്കാളി, ഇഞ്ചി, സവാള, പച്ചമുളക്, മുരിങ്ങയ്ക്ക, കറിവേപ്പില ഇതൊക്കെ വേണേ. ഇതിൻ്റെ എല്ലാ അളവ് കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മുട്ട ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കട്ട് ചെയ്ത ഇഞ്ചിയും സവാളയും ചേർത്ത് വഴറ്റണം. കൂടെ 2 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് വഴറ്റാട്ടോ. സവാള നന്നായി വാടിയ ശേഷം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ പോട്ടേട്ടോ. അതിനുശേഷം നമുക്ക് മുരിങ്ങയ്ക്ക ചേർക്കാം. പാകത്തിന് വെള്ളം ഒഴിക്കാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ എന്തെങ്ങനെ തുറന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല പോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഏതാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് തക്കാളി ചേർക്കാം. പക്ഷെ കൂട്ടി ഇളക്കണ്ട. തക്കാളി നന്നായിട്ട് ഇതുപോലെ നിരത്തിയിട്ട ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളം കുറച്ചുകൂടി വറ്റാനുള്ളതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ അടച്ചു വെക്കുകയാണ് കേട്ടോ. ഈ ഒരു തക്കാളിയും മുരിങ്ങയ്ക്കയും മുട്ടയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അവിയലിന്. കണ്ടോ, കറക്റ്റായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുത്ത ചേരുവകൾ ചേർക്കാം. നമ്മൾ നേരത്തെ തേങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ, അത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ടേ. അതുകൂടി ഈ സമയത്ത് ചേർക്കുകയാണ് കേട്ടോ. ഇനി മുട്ട ചേർക്കാം. പക്ഷെ ഇതൊന്നും ഇപ്പോൾ കൂട്ടി ഇളക്കരുത്. എല്ലാം നിരത്തി വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് ആവി കയറുമ്പോൾ തുറന്ന് നോക്കുക. അടി പിടിച്ചിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. കാരണം തേങ്ങ ചതച്ച് ചേർത്തില്ലേ, അപ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. മുട്ട വല്ലാതെ പൊടിഞ്ഞു പോവാത്ത രീതിയിലായിരിക്കണം ഇളക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് സാവധാനം ഇളക്കിയാൽ മതി. ഇപ്പോൾ എല്ലാ ചേരുവകളും എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനിയൊന്ന് അടച്ചു വെച്ച ശേഷം ആവി കയറ്റാം. ഇനി നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ മുട്ട അവിയൽ റെഡിയാണ് കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു രുചി രഹസ്യം ഈ ഒരു പൗഡറാണ് കേട്ടോ. അതായത് ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ്. അത് 1 നുള്ളോളം ചേർക്കുന്നുണ്ട്. തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ധാരാളം കറിവേപ്പില ചേർക്കാം. കൂടെ നല്ല പച്ച വെളിച്ചെണ്ണ, അതൊരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാണാൻ ശരിക്കും നമ്മുടെ അവിയൽ പോലെ തന്നെ ഉണ്ട്. പക്ഷേ കഷ്ണങ്ങളിലൊക്കെ കുറച്ച് മാറ്റമുണ്ട് അല്ലേ. തക്കാളിയൊന്നും സാധാരണ ഞാൻ ചേർക്കാറില്ല അവിയലിൽ, അതും പഴുത്ത തക്കാളി. പിന്നെ മുരിങ്ങയ്ക്കയും മുട്ടയും ഇതെല്ലാം കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ അവിയൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേറെയും കഷ്ണങ്ങളൊക്കെ ചേർക്കാം. പക്ഷേ മുരിങ്ങയ്ക്ക എന്തായാലും ചേർക്കാൻ നോക്കിക്കോളൂ. മുട്ടയൊക്കെ കണ്ടോ, പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില മഞ്ഞക്കരുവിൻ്റെ പീസൊക്കെ ആ വയറ്റിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ മിക്സ് ആയിട്ടില്ല കേട്ടോ, പൊടിയാതെ തന്നെ കിടപ്പുണ്ടേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മുട്ട അവിയലും കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു അരപ്പിന് ഒരു സ്പെഷ്യൽ രുചിയാണ്. പിന്നെ ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നാടൻ ചോറും കറികളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഐറ്റം ആക്കിക്കോളൂ. നല്ല അഭിപ്രായം കിട്ടും നിങ്ങൾക്ക്. ഇതുപോലെ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയട്ടോ കമൻറ്റ് സെക്ഷനിൽ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, കണ്ടു നോക്കണേ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. ശരി എന്നാൽ.